അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ ഞാനിവിടെ എത്തിയിട്ടോ, ഞാനും അലേഹി. ഞാൻ എത്തിയപ്പോൾ സിനു പറയണം എനിക്ക് നാളെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ എന്ത് വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രേക്ഷകരോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതായത് 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടത് നമ്മുടെ സൂതികൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നിന്നത് വെൽവെയർ ഹോസ്പിറ്റലിലാണ്, വെൽവെയർ പോസ്റ്റ്നാറ്റിലും രണ്ടാമത് സൂതികയിൽ നിന്ന് കേട്ടോ. അതിൽ വന്ന കമൻസ് കുറേയൊക്കെ ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കി. ഇനി ഇവൾക്കത് കണ്ടിട്ട് ഇടങ്ങേറാവുണ്ടാച്ചു. പക്ഷെ ഇവളതെല്ലാം കണ്ട് വായിച്ചിരിക്കണത്. അതെന്താ സംഭവം എന്ന് മനസ്സിലായി എനിക്ക്? എന്താ അതായത് എത്ര പോസ്റ്റ്നാറ്റിൽ കെയറിൽ പോയിട്ട് അനക്കൊരു മെച്ചമില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. എന്ത് അതായത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ ഒരാൾ ഇന്നലെ പിച്ചും പേയായിട്ട് ഇങ്ങനെ പറയാ. എന്താണ് പിന്നെ വേറെ കുട്ടിനെ കാണാൻ വന്നു കഴിഞ്ഞാല് ഫസ്റ്റത്തെ കുട്ടി ഉണ്ടായെന്നുള്ള ഡിപ്രഷൻ എന്താ അറിയോ? എന്താ നമുക്ക് ഫസ്റ്റായിട്ട് ഉമ്മാവല്ലേ, അപ്പൊ ഫീഡ് ചെയ്യാനറിയില്ല, അതിനെടുക്കാൻ അറിയില്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ആകുമ്പോ അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവും. ഇന്നത്തെ കുട്ടീനെ അറിയിക്കുമ്പോ നമ്മക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വേറെ കുറെ ആൾക്കാർക്ക് പ്രശ്നം. അന്ന് അവിടെ വെൽവെയറിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ്സിലെ ഡോക്ടർമാർ പറഞ്ഞെന്താ അറിയോ, നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഓലോട് തിരിച്ചങ്ങോട്ടും പറയാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മക്ക് അത്രയും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ തിരിച്ച് പറഞ്ഞു പോയാ പിന്നെ എനിക്ക് എടുക്കാൻ എന്താ അറിയോ, ഇപ്പൊ പറഞ്ഞു പോയല്ലോ ആണ്ടില്ലേനീന്ന് തോന്നിയായിട്ട് എടുക്കാറുണ്ടാവും. എന്നെ ബക്കറ്റ് പിടിച്ച് അങ്ങനെ എന്താ പറയാ മൂത്ത. അപ്പൊ എന്താ വെച്ചാല് മൂത്ത കുട്ടിന് വന്നിട്ട് പറയില്ല ഇവിടെ മനുഷ്യ ഇന്ന പറയട്ടെ. എൻ്റെ വീട്ടില് അതായത് ഇപ്പൊ ഞാനും ഉമ്മ ചക്കര സിനു വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആള് സിനുവാണ്. എന്തോന്നല്ല, എല്ലാ നേരത്തും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നത് ഓള് മാത്രമാണ്. പക്ഷെ ഓളെ തടിയും അത് കാണുന്നില്ല. ഞാനൊക്കെ ഏതെങ്കിലും ഒരു നേരെ കഴിക്കലുള്ളൂ. പക്ഷെ ഞാൻ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അത് തടിയും അത് കാണും. ചില ശരീര പ്രകൃതി അതാണ്. അന്ന് ഏതാ പെണ്ണിന്റെ പേര് എനിക്കറിയില്ല, അത് ഇട്ടത് എന്താണ്, അന്ന് വാപ്പന്റെ കാര്യം പറഞ്ഞാണ്ട് അത് അടിച്ചില്ല പറഞ്ഞാണ്ട് പറഞ്ഞ് പ്രാവശ്യം ഓല് പറയുന്നു പാരമ്പര്യം എന്ന് പറഞ്ഞ് വരികയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ തടിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യ, ഒരു പാകമല്ല. കാറ്റടിച്ചു ഇതിപ്പോ തടിച്ചോൽക്ക് തടിച്ച ബുദ്ധിമുട്ടും തടിക്കാത്തോൽക്ക് എന്താ വേറെയുള്ള ആൾക്കാർ ഇത് പറയുമോ എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമാണ്. തടിക്കാത്തവർക്ക് എന്താ വെച്ചാൽ അതുപോലെ ഹെൽത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. തടിച്ചവർക്ക് ആ തടി കുറക്കാൻ വേണ്ടിയിട്ട്. ഒരു തടിയുള്ള മനുഷ്യനോട് ആ തടിനെ കുറിച്ച് പറയുന്നതും ഒരു മെലിഞ്ഞ മനുഷ്യനോട് ആ മെലിയലിനെ കുറിച്ച് പറയുന്നതും എനിക്ക് ഭയങ്കര ബോഡി ഷെയ്മിങ് അല്ലേ. അത് ഭയങ്കര. ഈ ഇവര് പറഞ്ഞ മാതിരി കടലിക്ക് കല്ലെടുത്ത് എറിയാൻ സുഖ, പക്ഷെ അതിങ്ങനെ ആയങ്ങളിലേക്ക് ഇറങ്ങി പോണത് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവൂല. അതിന്റെ അടുങ്ങേറ് കണക്കിന് തടി ഇല്ലാത്തതാന്ന് പറയുമ്പോ നമുക്ക് അടുങ്ങേറുണ്ടോ? അടുങ്ങേറില്ലാക്കോ, തടി ഇല്ലാത്തല്ല. അങ്ങനെ എന്താ പറഞ്ഞേ, പ്രസവിച്ച് കടന്നാല് മുഖന്നേലും ഒന്ന് ഇതാവും. അത് കണ്ടു നിങ്ങള് മുഖം ഇവക്ക് എന്താ അതും ഇല്ലേ. എല്ലാ സൗകര്യം കിട്ടിയിട്ട് വേറുള്ളവർക്ക് അതും കൂടി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഇപ്പന്നെ പറയണ എന്താ അറിയോ, ഇനിയിപ്പോ പെരയിലെത്തിയ ഞാൻ ഇല്ല തടി കൂടി പോവലേ ഇരിക്കുന്നുണ്ടാവുക. അതിന് കുറപ്പാ. കാരണം ഇനി ബല വെയിത്തെല്ലാം ഓടിയിട്ടും ഇതാക്കിയിട്ടും. അപ്പൊ ഞാനൊക്കെ നിങ്ങളിങ്ങനെ പറയും ഓരോന്നും, എന്തിനാ വെറുതെ ഓരോരുത്തരും കുറ്റം പറഞ്ഞിട്ട് എന്താ കിട്ടണം. തടിക്കാത്തതിന് കാരണം കേട്ടോ ഗൈസ്. കാരണം ഇവിടെ ആട്ട് സൂപ്പ് ഉണ്ട്, ബീഫ് ഉണ്ട്, അതൊന്നും ഓള് കഴിക്കില്ല. അവൾക്ക് ഇഷ്ടമല്ല. പക്ഷെ ചോറൊക്കെ ഇവിടെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, മീനും കഴിക്കുന്നുണ്ട്. ആവശ്യമുള്ളത് മരുന്നുകളൊന്നും ഓള് കഴിക്കണില്ല. ചിലപ്പോ അതുകൊണ്ടാവാം ഈ തടിക്കാത്തത്. ചോറൊക്കെ തിന്നാൻ തടിക്കല്ലോ ആൾക്കാർ. ഒരു ബക്കറ്റുമ്മ ഉള്ള സോയിലാണ് ഗൈസ്. അലേഹ കുറെ ആൾക്കാർ അലേഹനെ വീഡിയോയിൽ കൂടുതൽ നേരം ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വീട്ടിലെ മക്കൾക്ക് അലേഹന്റെ കളി കാണാൻ ഭയങ്കര രസമാണ് ഗൈസ്. എന്റെ കുട്ടിയുടെ ജോക്കറാണോ ഗൈസ്? എന്തായാലും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ വീഡിയോ ഇട്ടിട്ടാണ് പറയുന്നത്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ ഇട്ടില്ലാന്നുണ്ടെങ്കിലും മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെ അതൊക്കെ പറയുന്നത് ശരിയാണോ?
തടിയില്ല എന്ന് പറയണത്. തടിയില്ലെങ്കിൽ തടിയില്ല എന്ന് പറയൂ. ചില ആൾക്കാർ പറയുന്നുണ്ട് അത് നിങ്ങൾ കണ്ടില്ലേ ഇതാക്കിട്ട് കുറച്ചൊക്കെ നന്ന അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷെ ചില കുറ്റം പറയൂലേ എന്ത് അപ്പൊ ആ പറഞ്ഞ മാതിരി മുഖം എന്തെങ്കിലും നന്നാവും ഇതിന്റെ എന്താവും അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊരു വിഷമല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ തടിച്ച് എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളെ മെലിഞ്ഞറിയണോ സന്തോഷം? എനിക്കൊന്നും സന്തോഷമല്ല. തടിച്ചറിയണ നിങ്ങൾക്കല്ല. എനിക്കൊരു ഇടങ്ങേറുമില്ല. ഞാനത് കേട്ട ഭാഗം നടക്കൂല. എൻ്റെ മാതിരി ഡിപ്രഷൻ അടിച്ചിട്ടൊന്നും ഞാൻ നടക്കൂല. മനസ്സിലായില്ലേ? ഞാനെന്ത് ഞാൻ തടിച്ചത് ആയിക്കോട്ടെന്ന് പറയാം. ഞാൻ അങ്ങനെ ഒഴിവാക്കിക്കോളൂ. ഞാൻ അങ്ങനെ ഇതാക്കി നടക്കും. ഏത് എന്റെ ഗ്രാൻഡ് മദർ ആയാലും ഗ്രാൻഡ് ഫാദർ ആയാലും എന്റെ മദർ ആയാലും ഒക്കെ ഞങ്ങള് അങ്ങനെ തടി വെക്കുന്നതല്ല വയസ്സ്. ചിലപ്പോ ആ ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ടാവില്ലേ. ഇനിയിപ്പോ തടിക്കാനിപ്പോ എന്താ ചെയ്യാ? കാറ്റടിച്ച് വീർപ്പിക്കേണ്ടി വരൂ. നിങ്ങൾക്ക് തടി ചെയ്യുന്നത് കുഴപ്പമുണ്ടോ? എനിക്ക് നല്ല കുഴപ്പമുണ്ടായി. എനിക്ക് തടിക്കാനിട്ട് എന്തോ ഒരു ഇടങ്ങേറ്. എനിക്കാണെങ്കിൽ ഇവിടെ തടിക്കാനിട്ട് ഭയങ്കര ഇടങ്ങേറ് ഗൈസ്. എന്താ ചെയ്യുക? തടിക്കാനൊരു മരുന്ന് പറഞ്ഞേരി. ന്യൂട്രലൊക്കെ ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കലുണ്ട് തടിക്കാൻ വേണ്ടിട്ട് ഇല്ലേ? ഒരു പെണ്ണിനോട് ഡയലോഗ് പറഞ്ഞിട്ട് എന്താ ഈ കുട്ടി എന്താ എപ്പോഴും കഴിഞ്ഞിട്ട് പാലെടുക്കല്ലേ എന്ന് വെച്ചപ്പോ ആ പെണ്ണ് തിരിച്ചറിയണം. ഇല്ല ഞാൻ പായൊക്കെ രാവിലെ സൊസൈറ്റിക്ക് കൊടുക്കലാണ്. അങ്ങനത്തെ മറുപടികളാണ് കൊടുക്കണം. പിന്നെ പറയാൻ പറ്റില്ല. ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞതാ ഈ ഇപ്പൊ ഒരാളെ കുറ്റം പറഞ്ഞ അയാൾ തിരിച്ച് എന്നോട് ഒരു മറുപടിയോട് പറഞ്ഞു പിന്നെ അയാളോട് കുറ്റം പറയാൻ പോയിച്ചില്ല. അത് തന്നെയാണ് വേണ്ടിയത്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കേസ്. നമുക്ക് ആരും തടിച്ചാലും കുഴപ്പമില്ല, തടിച്ചില്ലേലും കുഴപ്പമില്ല. തടിക്ക് കേടില്ലായിരുന്നാ മതി. തടിക്കലും തടിക്കാത്ത കോലിഷ്ടോ. തടിയാണ് ആരോഗ്യം എന്ന് കുറെ ആൾക്കാർ തടി എടുക്കലും ആരോഗ്യം. ചിലപ്പോ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ചിലപ്പോ പ്രസവിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോ തടിക്കലും നേരാവലൊക്കെ ഉണ്ട്. ഡബിള് 2 പ്രസവത്തിൽ തടിക്കൽ നേരാവല് ചെയ്തിട്ടില്ല. അപ്പോൾ ഓളങ്ങൾ മനസ്സിലായിക്കോളി ഇങ്ങനെ ഓളെ ഇനി തടിച്ചില്ല അതാക്കിയില്ല എന്നുള്ള ബുദ്ധിമുട്ട്. ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ പറയും എന്ത് തടിച്ചില്ല അതാക്കിയില്ല. അപ്പോൾ ഓൾക്ക് കുറച്ച് കാര്യങ്ങൾ അന്നത്തെ കമന്റ്സ് കണ്ടിട്ട് ഇന്ന് ആക്കി ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്ന് കേട്ടോ ഗൈസ് നിങ്ങളോട് പറയാൻ വേണ്ടിട്ട്. എന്തായാലും അല്ലെങ്കിലേ ഓരോ പിരാന്തിലൂടെ നമ്മള് വീഡിയോ അനക്ക് തടിക്കാത്തതിന് ബുദ്ധിമുട്ടുണ്ടോ? തടി വലിയ ഇഷ്ടമല്ല. ഇല്ലേ? വലിയ തടി ഇഷ്ടമല്ല. എന്തായാലും ഗായ്സ് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് നാളെ നമുക്ക് വീഡിയോയിൽ പറയാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് അല്ലേ? ഇനി എന്ത് പറയാനോ? ഞാൻ പറയാം നമ്മള് വീഡിയോ ഇടുന്നോണ്ട് നിങ്ങൾ വീഡിയോയിൽ അല്ലാതെ എല്ലാരോടും പോയി അടുത്തുള്ളവരും ഒക്കെ പോയി പറയുള്ള ആൾക്കാർ അങ്ങനെ പറയരുതെന്നോ?